വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ലണ്ടനിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധക്കാർ വീണ്ടും തെരുവുകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു ലണ്ടനിൽ. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുക, അതിനുവേണ്ടിയാണ് ബ്രിട്ടീഷ് ജനത തെരുവിൽ സമരം നയിക്കുന്നത്. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മറ്റ് നിരപരാധികളായ മനുഷ്യരെയും കൊന്നൊടുക്കുന്ന ഇസ്രായേലിലെ യുദ്ധത്തിന് ബ്രിട്ടീഷ് ജനത എതിരാണെന്ന് വിളിച്ചോതിയെന്നതായിരുന്നു പ്രകടനങ്ങൾ. പ്രതിഷേധക്കാർ ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനെ ആയുധമണിക്കുന്നത് നിർത്തൂ എന്നാണ്. അതോടൊപ്പം അവർ ആവശ്യപ്പെടുന്നത് ഇസ്രായേലി സൈന്യത്തോടാണ് വെസ്റ്റ് ബാങ്കിലെ അതിക്രമം അവസാനിപ്പിക്കൂ എന്ന്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി തലവനും ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസി MI6 തലവനും ഇസ്രായേലിന്റെ ഗസയിന്മേലുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള കരാർ എത്രയും പെട്ടെന്ന് സാധ്യമാക്കുമെന്ന് പറഞ്ഞിട്ട് നാളുകളായി. ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈം ഇവന്റുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവേദിയിൽ ഇരുവരും സംബന്ധിച്ചപ്പോൾ CIA തലവൻ ജനങ്ങളോട് പറഞ്ഞത് കൂടുതൽ വിശാലമായ ഒരു വെടിനിർത്തൽ പ്രപ്പോസൽ ഉടൻ മുന്നോട്ട് വെക്കുമെന്നാണ്. അതിനർത്ഥം ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലിന് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തി പുതിയ രൂപത്തിലാക്കി ഇനിയും അത് മേശപ്പുറത്തേക്ക് തിരിച്ചെത്തുമെന്നാണ്. നെതന്യാഹുവിന്റെ പതനം വിളിച്ചോതിക്കൊണ്ട് കൂറ്റൻ പ്രകടനമാണ് ഇപ്പോൾ ഇസ്രായേലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ പ്രതിഷേധം ആദ്യമായിരിക്കും. നിരവധി പ്രകടനക്കാരെയാണ് ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നതിന് വേണ്ടി പ്രകടനക്കാർ നെതന്യാഹുവിനോട് ആക്രോശിക്കുകയാണ്. പ്രകടനത്തിൽ പ്രതിഷേധക്കാർക്ക് നേരെ നെതന്യാഹുവിന്റെ പോലീസ് ശക്തി പ്രയോഗിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തുന്നു. സംഘാടകർ പറയുന്നത് 5 ലക്ഷത്തിലധികം പ്രതിഷേധക്കാർ ടെലവീവിലും മറ്റു ഭാഗങ്ങളിലുമായി പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നാണ്. കൂടാതെ ഇതേ പ്രക്ഷോഭത്തിൽ തന്നെ 2.5 ലക്ഷത്തോളം അഭ്യുദയകാംക്ഷികൾ പിന്നീട് കൂടിച്ചേരുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. മൊത്തത്തിൽ 7.5 ലക്ഷം ജനങ്ങൾ പങ്കെടുക്കുന്ന അതികൂറ്റൻ അതിബൃഹത്തായ ഒരു പ്രക്ഷോഭം തന്നെയാണ് ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യത്തെ പ്രകടനമായിരിക്കും. ഇത്രയും ശക്തമായ ഒരു പ്രകടനം ആദ്യമായിരിക്കും നടക്കുന്നത്. പ്രകടനക്കാരുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയായിരുന്നു: മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ബന്ദികളുടെ കുടുംബത്തിന് മുന്നിൽ ഖേദപ്രകടനം നടത്തി. കൊല്ലപ്പെട്ട ബന്ദികളെ തിരികെ അവരുടെ കുടുംബങ്ങളിൽ എത്തിക്കാൻ കഴിയാത്തതിൽ പക്ഷേ അത് ഏതു തരത്തിലുള്ള ക്ഷമാപണമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ മാർഗം മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. 6 ഇസ്രായേലി ബന്ദികളുടെ കൊലപാതകത്തിന് ശേഷം ആഴ്ചകൾ കഴിഞ്ഞാണ് ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ അണിനിരക്കുന്ന കൂറ്റൻ പ്രകടനം ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനെ പ്രകമ്പനം കൊള്ളിക്കുന്നത്. നെതന്യാഹുവും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും വലിയ പരാജയമാണെന്നാണ് പ്രകടനക്കാർ പറയുന്നത്. നെതന്യാഹുവിന്റെ ഭരണത്തിൽ അവർ ലജ്ജിക്കുന്നു എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ഈ നിലയ്ക്ക് ഇസ്രായേലിൽ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണെങ്കിൽ നെതന്യാഹുവിന് ഹമാസിന്റെ മുന്നിൽ വഴങ്ങേണ്ടി വരും. അതല്ലെങ്കിൽ ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ ഭരണത്തിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുന്നു എന്ന് അർത്ഥമാക്കേണ്ടി വരും. അതേസമയം ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. ഇന്നലെ മാത്രം 31ലധികം പലസ്തീനികളാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ അൽ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ നോർത്തേൺ ഗസയിലെ സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹവും കുടുംബാംഗങ്ങളും അൽ ബുറൈജ് റഫ്യൂജി ക്യാമ്പിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്.